ആരായി വി അശോക് നിങ്ങൾ നേരത്തെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. 13 വർഷം മുന്നേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഉമ്മൻചാണ്ടിയാണ്. എന്തിനാണെന്നറിയോ? ഈ RSS BJP ബന്ധത്തിൻ്റെ പേരിലാണ്. അത് ആരെ പുകഴ്ത്തി പറഞ്ഞിട്ടാ? നരേന്ദ്രമോദിനെ പുകഴ്ത്തി പറഞ്ഞിട്ടാണ്. 13 വർഷം മുന്നേ ഉമ്മൻചാണ്ടി സസ്പെൻഡ് ചെയ്ത ഒരാളെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രണ്ടാമത്തെ കാര്യം, നേരത്തെ അരുൺ സാർ പറഞ്ഞല്ലോ, ഈ സർവകലാശാലകളെല്ലാം എന്താണ്, സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് എല്ലാ VC-മാരെയും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നടപ്പിലാക്കേണ്ട ഒരു സംവിധാനമാണോ ഇത്? ചോദിക്കുമ്പോൾ അത് വളരെ കൂളായിട്ടാണ് പറയുന്നതെന്ന് നോക്കിക്കേ. കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കണക്ക് മറ്റേ VC-ക്ക് അറിയേണ്ട കാര്യമുണ്ടോ? അവിടുത്തെ കണക്ക് ഇവിടുത്തെ VC-ക്ക് അറിയേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാവരും കൂടെ ഒന്നിച്ചാണ്. എന്നാൽ പിന്നെ ഒരു VC ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് കുറേ സ്ഥാപനം, നമ്മൾ സ്കൂളുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഉണ്ട്, അതിൻ്റെ സംസ്ഥാനങ്ങളായി കേരളത്തിൽ മുഴുവൻ അങ്ങോട്ട് തുടങ്ങിയാൽ പോരെ? അങ്ങനെ നടത്തിയാൽ പോരായിരുന്നോ? അങ്ങനെയാണോ? അതായത് മലയാള സർവകലാശാലയും കുസാറ്റും MG സർവകലാശാലയൊക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്? അങ്ങനെയാണോ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്? എന്തിനാ അതിനെയൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്? RSS ഇത് കൃഷി പിന്നെ എന്താ കാർഷിക സർവകലാശാലേൻ്റെ സെക്രട്ടറിയാണ് സമയത്ത് സെക്രട്ടറിയാണ് സമയത്ത് അദ്ദേഹം ഗവൺമെൻറ് പാസ്സാക്കിയ ബില്ലില്ലേ, അത് ഒപ്പിട്ടിരുന്ന് ഗവർണർക്ക് കത്തയച്ച ആളാണ്. അത് ഒപ്പിട്ടിരുന്ന് പറഞ്ഞിട്ട് അയച്ച ആളാണ്. ആർക്ക്? ഇത് ഗവർണർക്ക് ഇദ്ദേഹം കത്തയക്കുകയാണ്. നിയമസഭ പാസ്സാക്കിയ ബില്ല് ഒപ്പിട്ടിരുന്നു. അദ്ദേഹത്തെ ഈ തലപ്പത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. VD സതീശൻ സർക്കാരിനും റോജി MJ ഉണ്ടെന്നും ഒരു പ്രശ്നമില്ല. രണ്ടാമതെന്താ അറിയോ, ഈ ഗവർണറുടെ വക്കീലിനെ AG ആക്കി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. ഗവർണറുടെ വക്കീലിനെ AG ആക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തെന്താ, ഈ പ്രീംസീവായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വരിക, എന്നിട്ട് ഇപ്പോൾ അഴകുഴമ്പം നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് BJPക്കെതിരെ ശക്തമായി റോഡുകളിൽ മുഴുവൻ പ്രശ്നമുണ്ടാക്കി, വിദ്യാഭ്യാസ സംവിധാനങ്ങളെ മുഴുവൻ RSS വൽക്കരിക്കുകയാണ്, സംഘീയവൽക്കരിക്കുകയാണെന്ന് സമരം നടത്തി. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസ് എല്ലാം കൂടി ഘോരഘോരം പ്രസംഗിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് മറുപടിയില്ല. ഇവർക്ക് പിന്നെ എന്ത് ധാർമ്മികതയുള്ളത്? ഈ മനക്കപ്പടി സ്കൂളിൽ പോയിട്ട് ഗോവോത്കറുടെ മുന്നിൽ തിരി കത്തിച്ച ആൾക്ക് പിന്നെ ആരോട് മാപ്പ് പറയാനാണ് പറയാൻ പറ്റുക? ആരോടാണ് പറയാൻ പറ്റുക അതിനകത്ത്? പിന്നെന്താണ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം വന്ദേ ഭാരതം മുഴുവൻ പാടി എണീറ്റ് നിന്നപ്പോൾ ഒരു പ്രശ്നം കണ്ടില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം കണ്ടോ? കണ്ടില്ലല്ലോ. അപ്പോൾ നിയമസഭയ്ക്ക് അകത്ത് പാടിയപ്പോഴും ഒരക്ഷരം മിണ്ടുന്ന കണ്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്യുന്നതിന് ഇവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷേ എന്താണ്, VC-മാർ മാപ്പ് പറയണം എന്നാ പറയുന്നത്? VC-മാർ മാപ്പ് പറയണമെന്ന് പറയാനുള്ള ധാർമ്മികത നമുക്കുണ്ടോ എന്ന് നോക്കണ്ടേ? എന്നാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടൊക്കെ അങ്ങ് അവസാനിപ്പിച്ചേക്കാണ്. ആ സംവിധാനം അവസാനിപ്പിച്ചെന്നുള്ള BJPക്ക് കേരളത്തിൽ അവരുടെ രാഷ്ട്രീയം പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാന്നുള്ളത്.